പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഇന്ന് നാം വിചിന്തനം ചെയ്യുന്ന തിരുവചനം റോമ 5:19 ഒരു മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഒരു മനുഷ്യൻ്റെ അനുസരണത്താൽ അനേകർ നീതിയുള്ളവരാകും. അപ്പോൾ അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് 1 സാമുവേൽ 15:22 തിരുവചനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. മാനവകുലത്തെ രക്ഷിക്കുവാനായി ദൈവപുത്രനായ യേശു തൻ്റെ ജനനം മുതൽ കുരിശുമരണം വരെ അനുസരണ ഉള്ളവനായി മാറി. അത് തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം പൂർത്തിയാക്കാനായിട്ട് ഹിതം അനുസരിച്ച് നമുക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യുവാനായിട്ടാണ് പിതാവായ ദൈവം ആ പദ്ധതി ഇട്ടത്. യേശുവിൻ്റെ മരണത്താൽ അനേകർ നീതിയുള്ളവരായി മാറി. നമുക്ക് നിത്യജീവനും ലഭിച്ചത് യേശുവിൻ്റെ കുരിശു മരണത്തോടെയാണ്. അപ്പോൾ കുരിശിൽ പിതാവായ ദൈവത്തിന് ആ ഹിതപ്രകാരം യേശു അനുസരണ ഉള്ളവനായി ജീവൻ ബലി അർപ്പിച്ചപ്പോഴാണ് നമുക്ക് നിത്യരക്ഷ കൈവന്നത്. യേശയ്യാ പ്രവാചകൻ 1-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ അനുസരിക്കുവാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും എന്ന് പറയുന്നുണ്ട്. അനുസരണത്തിന് കുടുംബജീവിതത്തിൽ വലിയ സ്ഥാനമുണ്ട്. ഇന്ന് പല കുടുംബങ്ങളിലും ആ ബന്ധങ്ങൾ തകർന്നു പോകാൻ കാരണം ദൈവത്തോടോ ദൈവവചനത്തോടോ അനുസരണമില്ലാത്ത ഒരു മനോഭാവം നിലനിൽക്കുന്നത് കൊണ്ടാണ്. മാതാപിതാക്കളെ അനുസരിക്കാത്ത മക്കളും പരസ്പരം എളിമപ്പെടാനോ അംഗീകരിക്കുവാനോ സ്നേഹിക്കുവാനോ പ്രോത്സാഹിപ്പിക്കുവാനോ കഴിയാത്ത ദമ്പതിമാരെയും നമ്മുടെ കുടുംബങ്ങളിൽ കാണാം. സ്നേഹമോ പരിഗണനയോ അംഗീകാരമോ ലഭിക്കാതെ ഒറ്റപ്പെടലിൻ്റെയും നിന്ദനങ്ങളുടെയും വേദനകൾ സഹിച്ച് നമ്മുടെ കുടുംബത്തിൽ ജീവിക്കുന്ന ധാരാളം വ്യക്തികളുണ്ട് എന്നും നാം മറന്നു പോകരുത്. നമുക്ക് അനുസരണം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. അനുസരണം തന്നെ ഒരു ബലിയാണ്. സ്വന്തം ഇഷ്ടങ്ങളെ മാറ്റി നിർത്തുന്നതാണ് ഒരു ബലിയായി മാറുന്നത്. ഈ ബലിക്കുള്ള ശക്തി നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധ കുർബാനയിലൂടെയാണ്. പരിശുദ്ധ കുർബാനയിലൂടെ നാം ശക്തി ആർജിക്കുകയും ആ ശക്തി നമ്മുടെ കുടുംബജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയുമാണ് നാം ചെയ്യേണ്ടത്. നമ്മുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും നാം ഒരു ബലിയായി മാറണം. നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കുവാനും നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാനും നമ്മുടെ സഹോദരങ്ങൾക്ക് നന്മ ചെയ്യുവാനും ദൈവം നമുക്കായി നൽകിയിട്ടുള്ള നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനും നമുക്ക് കഴിയുന്നത് ആ പരിശുദ്ധ കുർബാനയിൽ നിന്ന് നാം സ്വീകരിക്കുന്ന ശക്തി മൂലമാണ്. അപ്പോൾ നാം അനുദിനം ദിവ്യബലിയിൽ പങ്കുചേരുകയും പരിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നാം ഒരു ബലിയായി, നാം എവിടെയാണോ ജീവിക്കുന്നത് അവിടെ ഒരു ബലിയായി തീരുവാനുള്ള ശക്തി നേടുവാനാണ് നാം ആഗ്രഹിക്കേണ്ടത്. അപ്പോഴാണ് ഒരു മനുഷ്യൻ്റെ അനുസരണക്കേട് മൂലം നാം എല്ലാവരും പാപികളായി തീർന്നതുപോലെ യേശുവിൻ്റെ കുരിശു മരണത്താൽ പിതാവിനെ ഹിതം അനുസരിച്ചുകൊണ്ട് സ്വയം ജീവൻ ബലിയർപ്പിച്ചത് വഴിയായി നാം നീതീകരിക്കപ്പെടുകയും നമുക്ക് നിത്യരക്ഷ പ്രാപിക്കാൻ സാധിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ജീവൻ നിലനിൽക്കുന്നത് നമ്മുടെ ആത്മാവിനെ സംരക്ഷിച്ചു കൊണ്ടായിരിക്കണം. ആത്മരക്ഷയാണ് നമ്മുടെ ലക്ഷ്യമായി നാം സ്വീകരിക്കേണ്ടത്. നമുക്ക് ജീവൻ പകരുന്ന വിശുദ്ധ കുർബാനയെ സ്നേഹിച്ച് ആദരിച്ച് ആ വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി ആർജിച്ചുകൊണ്ട് അനുസരണ ഉള്ളവരായി ജീവിച്ച് ഒരു ബലിയായി നമ്മുടെ ജീവിതത്തെ മാറ്റാം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.